ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ സാറ്റർഡേ ഒരു വീക്കെൻഡിലെ വാട്ട് ഐ ഈറ്റിൻ്റെ ഡേ ആണ്. അപ്പോൾ വീക്കെൻഡാണ്. അപ്പോൾ വീക്കെൻഡ് ആകുമ്പോഴത്തേനും നമ്മൾ പുറത്തേക്ക് പോകലും കറങ്ങലുമായിട്ടുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ വീക്കെൻഡിൽ സംഭവിക്കാറുണ്ട്. എങ്കിലും കോമൺ ആയിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ഈവനിങ് ടീ ആൻഡ് സ്നാക്ക് അങ്ങനത്തെ വിശേഷങ്ങളെല്ലാം വീട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ക്ലൈമറ്റ് വളരെ ബോറായതുകൊണ്ട്, അതായത് ക്ലൈമറ്റ് എന്ന് പറയുന്നത് പുറത്ത് ചൂട് ഭയങ്കര കഠിനമായിട്ടുള്ള ചൂടാണ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ചൂടായതുകൊണ്ട് മക്കളൊക്കെ ആയിട്ട് പുറത്ത് പോകലെന്ന് പറയുന്നത് കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെയാണേലും ഒരു സന്ധ്യ കഴിയുന്ന സമയത്താണ് നമ്മൾ പുറത്ത് പോവാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വിശേഷങ്ങൾ മുതൽ തുടങ്ങാം. ഇതൊരു വാട്ട് ഐ ഈറ്റിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇഡലിയാണ്. അപ്പോൾ ഇതാ നല്ല ചൂട് ഇഡലി കാസ്ട്രോളിൽ റെഡിയാക്കി വെച്ചു. അപ്പോൾ 3 ഇഡലിയും അതുപോലെ തന്നെ ഫ്രഷായിട്ട് ഇപ്പോൾ ഇതാ പ്രിപ്പയർ ചെയ്ത് കിച്ചണിൽ നിന്ന് പ്രിപ്പയർ ചെയ്ത് ടേബിളിലേക്ക് എടുത്ത് വെച്ചതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറും 1 കപ്പ് പതപ്പിച്ച ചൂട് ചായയും. അപ്പോൾ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റാണ്. എൻ്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്നല്ല, എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ആസ്വദിച്ച്, അപ്പോൾ നമ്മൾ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ സാറ്റർഡേയ്സിലും സൺഡേയ്സിലും ഒക്കെ നമ്മൾ കുറച്ച് ലേറ്റായിട്ടൊക്കെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. അപ്പോൾ ലേറ്റായിട്ട് എഴുന്നേൽക്കുമ്പോൾ വിശപ്പെന്ന് പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മളെന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നമ്മൾ വീക്കെൻഡ്സിലായിരിക്കും നമുക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ്സ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കാറ്. അതായത് ഈ പത്തിരി അതുപോലെ തന്നെ തിക്കിടി, ഇതുപോലെയുള്ള സാമ്പാർ, ഇഡ്ഡലി, ഈ വക ഐറ്റംസൊക്കെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിതാ മാംഗോ ഫ്രൂട്ടായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് കഴിക്കണം എന്ന് തോന്നി. അപ്പോൾ ഫ്രൂട്ടായിട്ട് നമ്മൾ മാംഗോ ആണ്. നല്ല മധുരമുള്ള, നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, നല്ല മധുരമുള്ള നല്ല പഴുത്ത മാങ്ങ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ ആണ്. എന്തോ മാംഗോ ബദാമിന്നോ എങ്ങാണ്ടോ കണ്ടു, ഞാനത് വാങ്ങിച്ചു, കട്ട് ചെയ്തു, കുറച്ച് കഴിച്ചു. അതിനുശേഷം നമുക്ക് ഇനിയിപ്പോൾ വീക്കെൻഡ് ആണെങ്കിൽ പോലും സ്പെഷ്യലായിട്ടുള്ള ലഞ്ചൊന്നുമല്ല, തനി നാടനായിട്ടുള്ള ഒരു പാവം ഉച്ചയൂണാണ് റെഡിയാക്കുന്നത്. അപ്പം കുറേ ദിവസമായപ്പോഴത്തേനും നല്ല വഴുതനങ്ങ ഫ്രൈ ചെയ്യാനായിട്ട് തോന്നി. അപ്പോൾ വഴുതനങ്ങ കുറച്ച് ഇക്ക വീട്ടിലുണ്ട്, സാറ്റർഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇക്കാക്ക് വഴുതനങ്ങ എന്ന് പറയുന്നത് കുഴഞ്ഞിരിക്കുന്ന ആ ഒരു പരുവം ഇഷ്ടമല്ല. ഒന്നൊന്നായിട്ട് വിട്ട് നല്ല മുരുമുരാന്ന് ഫ്രൈ ആയിട്ടുള്ള ആ ഒരു പരുവമാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വഴുതനങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ 2-3 പ്രാവശ്യം പിഴിഞ്ഞ് അതിൻ്റെ കുരുണ്ടല്ലോ, ആ സീഡ്സ് മുഴുവൻ കളഞ്ഞതിന് ശേഷം നമ്മളിതാ പൊരിച്ചെടുക്കുകയാണ്. കോക്കനട്ട് ഓയിലിൽ കറിവേപ്പിലയും അതുപോലെ തന്നെ ഉപ്പും കുറച്ച് പച്ചമുളകും മാത്രം ഇട്ടിട്ട് നല്ല മുറുക്കി പൊരിച്ചെടുക്കുകയാണ്. പിന്നെ പരിപ്പ് കറി, നമ്മുടെ വീട്ടിലെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് പരിപ്പ് കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മളിതാ കോമൺ ആയിട്ട് പരിപ്പ് കുക്കറിൽ വേവിച്ചെടുത്തു. ഇനി നമ്മൾ ചട്ടി വെച്ചതിന് ശേഷം വെളിച്ചെണ്ണയും കടുക് പൊട്ടിച്ച് ഗാർലിക്ക്, പച്ചമുളക്, അതുപോലെ തന്നെ വെളുത്തുള്ളി, അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ ചേർത്തിട്ട് ഇതിലേക്ക് കുറച്ച് ചില്ലി പൗഡറും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇനിയാണ് നമ്മൾ എരിവൊക്കെ ചേർത്തിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കുറേ നേരം ലോ ഫ്ലെയിമിൽ ഒക്കെ ഒന്ന് ഇടും. ആ പരിപ്പിൻ്റെ ആ ഒരു കോക്കനട്ട് ഓയിലും ആ ഉള്ളിയിലും വെളുത്തുള്ളിയിലും ഒക്കെ കിടന്നിട്ട് ആ ഒരു ടേസ്റ്റ് ഈ ഒരു ടൈമിലാണ് നമ്മുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എൻഹാൻസ് ചെയ്യുന്ന ആ ഒരു ടൈം. അപ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കുന്ന പരിപ്പെന്ന് പറയുന്നത് ഇവിടെ ഭയങ്കര ഫേവറേറ്റ് ആണ്. ഈ പരിപ്പ് കറി വെക്കുകയാണെങ്കിൽ മക്കളൊക്കെ അത്യാവശ്യം നന്നായിട്ട് ചോറ് കഴിക്കും. നമുക്കും ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ എരിവെന്ന് പറയുമ്പോൾ ഈ പരിപ്പിന് എരിവില്ല എന്ന് വിചാരിക്കേണ്ട. വത്തൽമുളകിൻ്റെ എരിവുണ്ട്, ഗ്രീൻ ചില്ലിയുടെ എരിവുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ചില്ലി പൗഡറും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ്, നല്ല അടിപൊളി ആണ്. ഈ പരിപ്പൊക്കെ വേവിക്കുമ്പോഴത്തേനും ഒരുപാട് ഇങ്ങനെ വെന്ത് അലിഞ്ഞ് ആ ഒരു ഫോം നമുക്ക് ഇഷ്ടമല്ല. പരിപ്പൊക്കെ കടിക്കാൻ കിട്ടണം. ആ ഒരു പരുവം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നല്ല ചൂട് ചോറിലേക്ക് നല്ല ചൂട് പരിപ്പ് കറി ഒരുപാട് ഒഴിച്ച് ഒരു ഫിഷ് ഫ്രൈയോ ചിക്കൻ ഫ്രൈയോ ഒരു പപ്പടമോ ഒക്കെ സൈഡിൽ വെച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ വേറെ ഓവർ കറികളൊന്നും വേണ്ട. ഇത് മാത്രം ചോറ് കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളുടെയും ഒക്കെ ഫേവറേറ്റ് ആണ്. എൻ്റെ കുട്ടികളുടെ മാത്രമല്ല, ഒരുമാതിരി കൂടുതൽ കുട്ടികൾക്കും ഈ മോര് കാച്ചിയത്, പരിപ്പ് കറി, ഈ വക ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചതാണ് ഒന്നുകൂടെയൊക്കെ ഒന്ന് രുചി കൂട്ടാനായിട്ട്. പിന്നെ പരിപ്പെന്ന് പറയുന്നത് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കുകയാണ്. കാര്യം വെച്ചാൽ ഈ ഒരു ഫോമാണ് നമുക്ക് വേണ്ടത്. ആദ്യം കുറച്ച് വെള്ളം കൂടുതലായിട്ട് തോന്നി, അതൊന്നും കൂടെ ഹൈ ഫ്ലെയിമിലിട്ട്
വറ്റിച്ചെടുത്തു. അതിനുശേഷം ഇപ്പോൾ ലോ ഫ്ലെയിമിലിട്ടു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടേസ്റ്റൊക്കെ നോക്കി. നമുക്കിങ്ങനെ എന്താ വെച്ചാൽ കിച്ചണിൽ വെച്ച് തന്നെ സ്പൂണിൽ ഇങ്ങനെ കോരി കോരി കുടിക്കാനായിട്ട് തോന്നും. അപ്പോൾ പരിപ്പ് അതുപോലെ തന്നെ ഈ പയർ, കടല, ഈ വർഗ്ഗങ്ങളൊക്കെ ഞാൻ ബൗളിലാക്കിയിട്ട് സ്പൂണിൽ കോരി കോരി കഴിക്കാറുണ്ട്. ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ഹെൽത്ത് വൈസ് ഒരുപാട് നല്ലതാണ്. ടേസ്റ്റ് വൈസും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ അതിനുശേഷം ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വിളമീൻ ഫ്രൈ ആണ്. വിളമീനാണോ കിളിമീനാണോ എന്താണെങ്കിലും കിളിമീൻ ഫ്രൈ ആണ് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ ഐറ്റംസ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ, സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വലിയ സ്പെഷ്യലായിട്ട് നെയ്ച്ചോറ്, തേങ്ങാച്ചോറ്, അതുപോലെ തന്നെ ബിരിയാണി അതൊന്നും നമ്മൾ ഉണ്ടാക്കിയില്ല. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് ഒരു തനി നാടൻ കേരള സ്റ്റൈൽ ഉച്ചയൂണാണ്. ഒരു തനി നാടൻ ലഞ്ചാണ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത്. അപ്പം നമ്മൾ ഇന്ന് ചോറിന് കറിയായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് വഴുതനങ്ങ പൊരിച്ചതും അതുപോലെ തന്നെ കിളിമീൻ പൊരിച്ചതും പിന്നെന്താ പരിപ്പ് കറിയും. ഇനിയും കുറച്ച് കൂട്ടം ഐറ്റംസൊക്കെ പതിയെ വരാനുണ്ട്. അപ്പോൾ പിന്നെ ഇതാ നല്ല ചൂട് ചോറ്, എനിക്ക് ആവശ്യത്തിനുള്ള ചൂട് ചോറും കാര്യങ്ങളും ഒക്കെ വിളമ്പി. ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും ഞാൻ വീഡിയോയിൽ അധികം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പപ്പടം പൊരിച്ചതുണ്ടായിരുന്നു, അതുപോലെ തന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, ചമ്മന്തിപ്പൊടി, അച്ചാറുകൾ, അങ്ങനെ എന്തൊക്കെയോ ഐറ്റംസ് ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ട ഐറ്റംസ് മാത്രം, എനിക്കിത് തന്നെ ധാരാളമാണ്. ഞാനിതാ കുറച്ച് ആവശ്യത്തിന് ചൂട് ചോറെടുത്തു. അതിലേക്കിതാ പരിപ്പ് കറി, പിന്നെ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ കറിയിലിട്ട ചിക്കൻ ഉണ്ടായിരുന്നു, ചിക്കൻ കറിയിലെ ചിക്കൻ, അത് കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തു. ആ ചിക്കൻ കറിയിൽ നിന്ന് ചിക്കൻ കഴിക്കുന്നതിലും ഇരട്ടി ടേസ്റ്റായിട്ട് തോന്നി. അതൊന്ന് കൊക്കനട്ട് ഓയിലിട്ടിട്ട് ഒന്ന് മൊരിച്ചെടുത്തപ്പോൾ എന്താണേലും ചൂട് ചോറ്, ആവശ്യത്തിന് പരിപ്പ് കറി, പിന്നെ ഫിഷ് ഫ്രൈ, ചിക്കൻ ഫ്രൈ, പിന്നെ വഴുതനങ്ങ പൊരിച്ചത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. ഈ വഴുതനങ്ങ എന്ന് പറയുന്നത് നമ്മൾ വഴുതനങ്ങ മുറുക്കി പൊരിച്ചു. അതിലേക്ക് സവോളയും അതുപോലെ തന്നെ കറിവേപ്പിലയും പച്ചമുളകും ഒക്കെ ഇട്ടിട്ട്, ഉപ്പ് മാത്രം ഇട്ടിട്ട്, പിന്നെ പപ്പടവും ചമ്മന്തിപ്പൊരി. ഇതാണ് നമ്മുടെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു തനി നാടൻ ഉച്ചയൂണ് എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിരുന്നു, അടിപൊളിയായിരുന്നു. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു പരിപ്പ് കറിയോ ഒരു ഫിഷ് ഫ്രൈയോ ഒരു പപ്പടമോ പൊരിച്ച് ചോറുണ്ടെന്ന് ഈ ഒരു രുചി എന്ന് പറയുന്നത് നമ്മൾ ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് എന്താണ് എത്ര പൈസ കൊടുത്താലും നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് വീട്ടിൽ റെഡിയാക്കുന്ന ഒരു ഹോംലി മീൽസ് എന്ന് പറയുമ്പോഴത്തേനുണ്ടല്ലോ, ആ ഒരു ഭക്ഷണത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വീക്കെൻഡ്സിൽ വല്ല കാലത്തും ഒക്കെ പുറത്ത് പോകാറുണ്ട്, കഴിക്കാറുണ്ട്. നമ്മൾ എന്നും കുക്ക് ചെയ്ത് കുട്ടികളെ ഇട്ട് കുക്ക് ചെയ്ത് കുക്കിംഗ് ഒരു ബോറാകുമ്പോഴത്തേനും നമ്മൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കാറുണ്ട്. പക്ഷേ എത്ര റെസ്റ്റോറൻറ്റിൽ പോയി കഴിച്ചാലും എനിക്ക് വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒരു ടേസ്റ്റ്, ഒരു രുചി, ഒരു സ്വാദെന്ന് പറയുന്നത് ഏതൊരു റെസ്റ്റോറൻറ്റിൽ പോയാലും കിട്ടാറില്ല. അപ്പോൾ അതിനുശേഷം ചോറൊക്കെ ഉണ്ടതിന് ശേഷം നമുക്ക് എന്തെങ്കിലും മധുരം തിന്നാൻ തോന്നി. അപ്പോൾ ഇന്ന് ഞാൻ മധുരത്തിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ ബിസ്ക്കറ്റാണ്. എനിക്ക് ഈ ഒരു 50-50 അതുപോലെ ക്രാക്ക് ജാക്ക്, ഈ ഒരു ബിസ്ക്കറ്റൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി ഉള്ള പോർഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാറ്റർഡേ ആയിരുന്നു, വീക്കെൻഡ് ആയിരുന്നു. അപ്പോൾ ഡിന്നറാണ്. അപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഈ ഒരു എൻ്റെ മുന്നത്തെ വീഡിയോ കണ്ടവർക്കറിയാം, ഇതെന്ന് പറയുന്ന ചെറിയൊരു റിപ്പീറ്റേഷൻ പോലെയാണ്. കാര്യം വെച്ചാൽ എൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഡിന്നർ ഷെയർ ചെയ്ത കൂട്ടത്തിൽ ഞാനിത് ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വലിയ ഡീറ്റെയിൽഡായിട്ട് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞു പോകുന്നില്ല. നമ്മൾ ഷാർജയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ ഷാർജയിൽ കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ പോയിട്ടാണ് നമ്മളൊരു ഡിന്നർ കഴിച്ചിരുന്നത്. അപ്പം നമ്മൾ വീക്ക് ഡേയ്സിൽ ഫുള്ള് സാറാക്കി വെക്കേഷൻ ആണെങ്കിൽ പോലും ഇക്കൊക്കെ ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട് വീക്ക് ഡേയ്സിൽ കംപ്ലീറ്റ് നമ്മൾ വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം വീക്കെൻഡ് ആകുമ്പോഴത്തേനും നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം, സൺഡേയിൽ വളരെ ഇറക്കം കുറവാണ്, ഫ്രൈഡേ ഓർ സാറ്റർഡേയ്സിൽ ഏതെങ്കിലും ഒരു ദിവസം നമ്മളിങ്ങനെ പുറത്ത് മക്കളെയുമായിട്ട് ഇറങ്ങാറുണ്ട്, ഒരു നേരത്തെ ആഹാരം കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ പല ഐറ്റംസ് നമ്മൾ പുട്ടായിട്ടും നോർമൽ പൊറോട്ടയായിട്ടും പാൽ പൊറോട്ടയായിട്ടും മിക്സ്ഡ് നൂഡിൽസ് ആയിട്ടും പിന്നെ സോഡ ലൈം ജ്യൂസ്, അതുപോലെ തന്നെ ബീഫ് കറി, ചിക്കൻ കറി, അങ്ങനെ പലതരം ഒരുപാട് ഐറ്റംസൊക്കെ വാങ്ങിച്ച് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഡിന്നർ, വീക്കെൻഡ് സ്പെഷ്യൽ ഡിന്നർ അല്ലെങ്കിൽ സാറ്റർഡേ ഡിന്നർ എന്നൊക്കെ പറയാം. അപ്പോൾ അതൊക്കെ കഴിച്ചു. അപ്പോൾ ഈ ഒരു മൗത്ത് വാട്ടറിങ് ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്, ഞാൻ ഇതിൻ്റെ ഈ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തിട്ട് ഞാനൊരു സാറ്റർഡേ റെസ്റ്റോറൻറ്റ് ഡിന്നർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പറഞ്ഞ ഡയലോഗുകളൊക്കെ തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. എൻ്റെ കഴിഞ്ഞ ദിവസം ഒരു 2 days മുന്നേ ഇട്ട വീഡിയോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഡിന്നർ എന്ന് പറയുന്നത് ആസ്വദിച്ച് കഴിച്ചു. വളരെ അടിപൊളിയായിട്ടുള്ള ഫുഡും കാര്യങ്ങളുമാണ്. കാലിക്കറ്റ് സ്റ്റോറീസ് എന്ന് പറയുന്നത് പേഴ്സണലി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ കിസൈസിൽ ഇതിൻ്റെ ഒരു ബ്രാഞ്ച് ഉണ്ട്, പിന്നെ ഒരെണ്ണം ഉള്ളത് ഷാർജയിലുമാണ്.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം എൻ്റെ അടുത്ത എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് പല പല കണ്ടൻറ്റുകൾ ഇപ്പോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്. വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ മാത്രമല്ല, പല പല കണ്ടൻറ്റുകൾ ഇപ്പോൾ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ മാറി മാറി ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ലഞ്ചായിട്ടും ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും വാട്ട് ഐ ഈറ്റ് ഇൻ ഡേ ആയിട്ടും ഔട്ടിംഗ് വ്ളോഗായിട്ടും എല്ലാം ഞാൻ വരാം. അപ്പോൾ നമ്മളിതാ ഫുഡടിയൊക്കെ കഴിഞ്ഞു വീട്ടിലേക്ക് തിരിച്ച് പോവുകയാണ്. ടൈമെന്ന് പറയുന്നത് അത്യാവശ്യം ആയിട്ടുണ്ട്, ഒരു 10-10:30 മണിയെങ്കിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീക്കെൻഡ് ആകുമ്പോൾ പുറത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. വീക്ക് ഡേയ്സ് ആകുമ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു.